നമസ്കാരം, പ്രൈറ്റ് ബ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലാക്റ്റീവ എന്ന് പറയുന്ന ഷെങ്കൻ കൺട്രിയെ പറ്റിയാണ്. ലാക്റ്റീവ എല്ലാവരും കേട്ടിട്ടുള്ളൊരു യൂറോപ്പ് കൺട്രി ആയിരിക്കും ലാക്റ്റീവ. ലാക്റ്റീവയിലേക്ക് നമുക്കൊരു 3 മാസത്തിനുള്ളിൽ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് പോകാൻ പറ്റും. അത് നമ്മൾ ജെന്യുവനായിട്ടുള്ള കേസാണ്. നമുക്കൊരു 3 months അല്ലെങ്കിൽ 4 monthsനുള്ളിൽ നമുക്ക് ലാക്റ്റീവയിലേക്ക് പോകാൻ പറ്റും വിസ സ്റ്റാമ്പ് ചെയ്തിട്ട്. നമുക്ക് വിസ ഡേറ്റ് എല്ലാം ഏജൻസി തന്നെയാണ് എടുത്തു തരുന്നത്. എല്ലാ കാര്യങ്ങളും ഏജൻസി തന്നെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം പക്ക ജെന്യുവിനിറ്റി ഉള്ള കേസാണ്. അപ്പം ഞാൻ പറയുന്ന ഏജൻസി എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് ഏജൻസിയുടെ നെയിം ഇട്ടേക്കാം. സംഭവം ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ലാക്റ്റീവ വിസ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഞാനിന്ന് സംഭവം ലാക്റ്റീവ വിസ അടിച്ച കേസല്ല സംസാരിക്കാൻ വന്നത്. ലാക്റ്റീവയിലേക്ക് നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. വിസ സ്റ്റാമ്പ് ചെയ്ത് ഇത്ര പേര് വിസ എല്ലാം സ്റ്റാമ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഏറെക്കുറെ കുറേ പേര് പോയിട്ടുണ്ട് ലാക്റ്റീവയിലേക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് അവർക്ക് ഇത് സീസണൽ വർക്ക് പെർമിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ സീസണൽ വിസയാണ് വരുന്നത്. സീസണൽ വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാം ജോബ് ആണ് വരുന്നത്. ഫാം വർക്കാണ് വരുന്നത്. ഫാം വർക്ക് നമുക്ക് 6 മാസം ഉള്ള സീസണൽ വിസ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ ഏജൻസി പറയുന്നത് പറയുമ്പോൾ 6 മാസത്തിനുള്ളിൽ നമുക്ക് പോണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അവിടുന്ന് ഒരു വർക്ക് പെർമിറ്റ് ഈ ഏജൻസി ത്രൂ തന്നെ അല്ലെങ്കിൽ കമ്പനി ത്രൂ തന്നെ നമുക്ക് അവിടുന്ന് ഒരു വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അപ്പം എത്ര പേര് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. കറക്റ്റ് എത്ര പേര് പോയിട്ടുണ്ട് ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാക്റ്റീവ പോയ ആൾക്കാരുണ്ടല്ലോ, പോയവരുടെ ഫ്രണ്ട്സ് നാട്ടിൽ കാണും, അല്ലെങ്കിൽ ലാക്റ്റീവയിൽ പോയ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറേ സംശയങ്ങളാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ടുള്ള ഐഡിയ ഇല്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറേ അത് സെർച്ച് ചെയ്തു, പക്ഷേ എനിക്ക് അതിൻ്റെ ജെന്യുവിനിറ്റി എനിക്ക് ഇതിനായിട്ട് കിട്ടിയിട്ടില്ല കറക്റ്റായിട്ട് സംഭവം. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അവിടുത്തെ അവസ്ഥ എന്താണ്, അത് പറഞ്ഞിട്ട് ഏജൻസി പറഞ്ഞതെല്ലാം ജെന്യുവിനാണ്, പോയിട്ടുണ്ട്, നിങ്ങൾ പോണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് ഒരു ഉപകാരപ്പെടും. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രോസസ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. ലാക്റ്റീവയിലേക്ക് പോകാനുള്ള കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് CV സെലക്ഷനാണ്. CV സെലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ CV അയച്ചു കൊടുത്ത് സെലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് VFS ഡേറ്റ് എല്ലാം കമ്പനി ഏജൻസി തന്നെയാണ് എടുത്തു തരുന്നത്. VFS ജസ്റ്റ് ഇനിഷ്യൽ പേയ്മെൻറ്റ് എനിക്ക് തോന്നുന്നു 10,000 രൂപ ഇനിഷ്യൽ പേയ്മെൻറ്റ് ആവുമെന്ന് തോന്നുന്നു. 10,000 10ആണോ 30ആണോ എന്നറിയില്ല. 10-30 അങ്ങോട്ട് 1-2 ഏജൻസി ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. 30-40 രൂപ ആ റേഞ്ച് വരും എമൗണ്ട്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ വിസയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ. ഇതിന് ആഫ്റ്റർ വിസയാണ് പേയ്മെൻറ്റ് വരുന്നത്. 100% വിസ കൺഫേം ആണ് ഇതിൻ്റെ സംഭവം. അപ്പം പിന്നെ VFS ഡേറ്റ് എടുത്ത് തരുന്നത്, ടിക്കറ്റ് എല്ലാം ഇത് ഏജൻസി തന്നെയാണ്. ഇതെല്ലാം കൂടെ ചാർജ് വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 4 lakh എബോ ആണ് ഏകദേശം ചാർജ് വരുന്നത്. ഇതിൻ്റെ ചാർജ് 4 മാസം നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൺഫേം ആണ്. പക്ഷെ ഇതിൻ്റെ കേസ് ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഇത് പോയി കഴിഞ്ഞ് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് വ്യക്തമായിട്ട് അറിയില്ല. അപ്പം ഒന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് വളരെ ഉപകാരമായിരിക്കും. അവർക്ക് പോകാൻ നിൽക്കുന്നവർക്ക് ഉപകാരമായിരിക്കും. അവർ കുറേ പേര് ലാക്റ്റീവയുടെ കേസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതാകുമ്പം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അസർബൈജാൻ്റെ കേസ് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കുറേ പേര് അവിടെ പോയവരുടെ കൂട്ടുകാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറേ പേരുടെ സംശയം എനിക്ക് തീർക്കാൻ പറ്റുന്നു. അപ്പോൾ അതുപോലെ ഇതും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഹംഗറിയുടെ കേസ് ഒന്ന് സ്ലോട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. സ്ലോട്ട് കിട്ടി വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഹംഗറിയുടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പുതിയ വീഡിയോ ഇനി വരുന്നതായിരിക്കും. ഓക്കെ.